കൊല്ലം കൊട്ടാരക്കരയിലെ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ച കേസിൽ പ്രതിക്കെതിരെ പോക്സോ കേസെടുത്തിട്ടും അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അൻവർ ഷായെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. SP ഓഫീസിലേക്ക് വിശ്വഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി മാർച്ചും ധർണയും ഇന്ന് രാവിലെ 10:30 നടക്കും. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എന്തായാലും പ്രതിഷേധം ഒരു വശത്ത് ശക്തമാവുകയാണ്. എന്തായാലും ഒരു ചോദ്യം ഉയരുന്നുണ്ട്, എന്തുകൊണ്ടാണ് അറസ്റ്റ് നടപടി വൈകുന്നു എന്നത്? തീർച്ചയായും അതുതന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും നിഷ്ക്രിയത്വം കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വീട്ടുകാരുടെയും പരാതിയായിരുന്നത്. അതായത് ഈ കുട്ടിയുമായി അമ്മ പലതവണ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴും അവിടെ നിന്നും നിരാശരായി മടങ്ങേണ്ടി വരുന്നു. ആദ്യമൊക്കെ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ആദ്യം ഈ അമ്മ വിവരമറിഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നു. എന്നാൽ അതിനെ ആദ്യം ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടിയിട്ടൊരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ പ്രതിയായി ഈ പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഈ പ്രതിയെയും കുടുംബക്കാരെയും വിളിച്ചു വരുത്തി ഒത്തുതീർപ്പ് നടത്താനാണ് കൊട്ടാരക്കര പോലീസ് ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് പെൺകുട്ടി നടത്തിയിട്ടുണ്ടായിരുന്നത്. പെൺകുട്ടിയും അതോടൊപ്പം തന്നെ ഈ അമ്മയും ഈ കാര്യമെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. അതായത് പ്രണയം നടിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ചു, അതിനെ തുടർന്ന് ഭീഷണി ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ആ കുട്ടിക്ക് ഇപ്പോഴും പുറത്തിറങ്ങാൻ ഭീതിയുണ്ട്, ആ കുടുംബം ഭീതിയിലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലും അവർക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഉയരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അൻവർ ഷാ എന്ന് പറയുന്ന ഓയൂർ സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. പോക്സോ വകുപ്പ് പ്രകാരം അടക്കം കേസെടുത്തിട്ട് പോലും ഇതുവരെയും അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ അറസ്റ്റ് എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഇതിനെ തുടർന്നാണ് പ്രതിഷേധവും ശക്തമാകുന്നത്. ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വഹിന്ദു പരിഷത്തിന്റെയും നേതൃത്വത്തിലാണ് ഈ SP ഓഫീസിലേക്ക് ഈ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. 10:30 ഈ പ്രതിഷേധ മാർച്ച് ആരംഭിക്കുക. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിരവധിയായി ഇത്തരത്തിൽ പെൺകുട്ടികളെ മതം മാറ്റുവാൻ വേണ്ടിയിട്ട് ഈ പ്രണയം നടിച്ചുകൊണ്ട് അവരെ പലതരത്തിൽ പൊന്നാനിയിലേക്ക് അടക്കം കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത് തന്നെയാണ് ഈ കുട്ടിയോടും പറഞ്ഞിട്ടുള്ളത്. പൊന്നാനിയിലേക്ക് കൊണ്ടുപോയി 15 ദിവസത്തെ ക്ലാസ് ഉണ്ടാകുമെന്നൊക്കെ ഈ കുട്ടിയോട് പറഞ്ഞിരുന്നു. അത് ആ കുട്ടി കൃത്യമായും പരാതിയിൽ രേഖപ്പെടുത്തി പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജനൻ TVയോട് നടത്തിയ വെളിപ്പെടുത്തൽ കുട്ടി കൃത്യമായും ഈ കാര്യമെല്ലാം പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു സ്കൂൾ വിദ്യാർത്ഥിനിയെ പോലും ഈ നിർബന്ധിത മതം മാറ്റാൻ ശ്രമിക്കുന്നു, ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നു. നിരന്തരമായിട്ടുള്ള ഭീഷണികൾ ആ കുട്ടിക്കും കുടുംബത്തിനും നേരെ ഉണ്ടാകുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കുടുംബത്തിന് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ആ കുട്ടിയോട് യുവാവ് ആവശ്യപ്പെട്ടിരുന്നത് ഈ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒന്നിനും മനോജ് സൂചിപ്പിച്ചതുപോലെ എന്തായാലും പ്രതിഷേധം ഇവിടെ ശക്തമാകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.